ആ രമേശ, ഒരു ചായ എടുത്തോ. ശരി. ഞാൻ ഈ സെയ്തലിക്കാരെന്ന് കണ്ടിട്ട് വരാം. അല്ല എന്തെത്ത നമ്മള് ബാലന്റെ കഥ? ഒരു ചായ പറഞ്ഞിട്ട് കുടിക്കാൻ പോലും നേരമില്ല. മണ്ടലോടെ മണ്ടല. ഈ വെടിക്കെട്ടിന്റെ ഇടയിൽ നായ കുടിക്കാൻ മാറിയാ എങ്ങോട്ടാ പോണ്ടെന്ന് ഓനെന്നെ നിശ്ചയില്ല. വല്ലാത്തൊരു പകനോയി. അനന്തമജ്ഞാതം അവർണ്ണനീയം ഈ ഭൂമിയിൽ നൈമിഷികമാണ് ഈ ജീവിതം. മനുഷ്യ നിന്റെ ഈ ആർക്കും മനസ്സിലാവാത്ത പോലുള്ള പാട്ട് മർത്താനൊന്നും ഇവിടെ വേണ്ട. ഈ ഗേറ്റിന്റെ മുകളിൽ വെച്ച് സിംഹത്തെ പോലെ രണ്ടെണ്ണം ഇവിടെ വന്നിരുന്ന് ചലക്കുമ്പോഴേ ഇറങ്ങിപ്പോവാൻ പറയാത്ത എന്തുകൊണ്ടാന്നറിയോ? എന്തുകൊണ്ടാ? വേറെ എവിടെ പോയിരുന്ന് ചലക്കാൻ സ്ഥലമില്ലോന്ന് ഓർത്തിട്ടാ. എടാ 10 പൈസ ഉപകാരം രണ്ടിനും കൊണ്ടില്ല. പിന്നെ ഇവിടെ വരണവരും കൂടി മുടക്കാതിരിക്ക. അവന്റെ ഒരു പാട്ട് വിസയാക്കണ്ടോ. അധ്വാനിച്ച് ജീവിക്കണ അഹങ്കാരാണ്. ബുദ്ധി ഇല്ലെങ്കിൽ ഇപ്പൊ നമ്മളെന്താ കാട്ടുക? രമേശ ഒരു ചായ എടുത്തോളി. അതെ, ഇപ്പൊ തന്നെ 350 റുപ്യ പറ്റും. 150 റുപ്യ എനിക്ക് ഇങ്ങോട്ടുള്ള. അതെങ്ങനെ? അല്ല, ഇന്നലെ 1 കിലോ നത്തോലി മീനും കൂടെ മേടിച്ചായിരുന്നു. 1 കിലോ നത്തോലിക്ക് 500 റുപ്യ. 500 റുപ്യക്ക് കിട്ടിയ ഭാഗ്യം. ഇങ്ങോട്ട് വന്ന്. അതെ, ഈയിടെ ഒരു സിനിമ ഇറങ്ങി. നത്തോലി ഒരു ചെറിയ മീനല്ലാന്നും പറഞ്ഞു. അതിനുശേഷം നത്തോലി മീനിന് ഭയങ്കര പിടിയും വലിയ. ഇപ്പൊ സിനിമാക്കാർ കംപ്ലീറ്റ് അടിക്കുന്ന നത്തോലി മീനാ. അതുകൊണ്ടൊരു ചായ ഗാനമഞ്ജരിയിലെടുത്ത ഗാനം നത്തോലി ഒരു ചെറിയ മീനല്ല എന്ന പടത്തിൽ ഗാനരചന അനു എലിസബത്ത് ജോസ്, സംഗീതം ചായ കൊടുക്കണോ എടുക്കണോ? ശരിയല്ലേ? ഞാൻ എന്റെ ലൊക്കടെ മിക്സ് ഉണ്ടാക്കി കുത്തിരിക്കല്ലേ. ചതിക്കല്ലേ, അത് കൊണ്ടുവന്നില്ലെങ്കിൽ ആകെ പ്രശ്നമാണ്. അമ്മിയിൽ അരക്കാൻ പറയട്ടോ ഓളോട്. അതിനൊക്കെ ഇപ്പോഴത്തെ പെണ്ണുങ്ങളെ കിട്ടോ ചെയ്താലിക്ക. നിങ്ങൾ അതുകൊണ്ട് തരി. സ്കൂൾ വിട്ടാലും നീ കുടിയിലേക്ക് എത്താൻ പാതിരാകുന്ന കരുതിയപ്പോ ഞാൻ അത് ആമിനാന്റെ കൈ കൊടുത്തു വിട്ട്. അത് നന്നായി. സൈതാലിക്ക, അതെ, ഞാൻ നമ്മുടെ ആ അമ്പലത്തിന്റെ പുറമുളപ്പിന്ന് ഒരു 8 സെന്റ് സ്ഥലം വാങ്ങിയിരുന്നില്ലേ, അതിലൊരു വീട് വെക്കാനുള്ള പരിപാടിയിലാ. നിങ്ങൾ ഇതൊക്കെ നോക്കിയിട്ട് ഒരു അഭിപ്രായം പറയും. ഇത് വീടിന്റെ പ്ലാനാ? വീടിന്റെ പ്ലാന് 8 സെന്റ് സ്ഥലം 4-5 വീടിന്റെ പ്ലാനോ? ഒന്ന് വെച്ചാ മതിയല്ലോ. ഇത് എനിക്ക് കാണിച്ചിട്ടെന്താ? ഞാൻ ഇതിന്റെ ഒക്കെ ആളല്ലേ. ഈ ഒരു കാര്യം ചെയ്യും, ഈ 8 സെന്റ് സ്ഥലത്ത് വീടുണ്ടാക്കിയിട്ട് മിക്സിയോ പോലെ ഫാനൊക്കെ കേടാക്കി എന്നിട്ട് കൊണ്ടുപോ, ഞാൻ നന്നാക്കി തരാം. പിന്നെ ഒരു കാര്യമുണ്ട്, ഇതിന് പറ്റിയ ഒരാളുണ്ട്. ആരാ? കാര്യന്താ? പ്രഹ്ലാദൻ സാറല്ലേ? സാറുണ്ട്, കാര്യം പറയൂ. ഞാൻ കുറച്ച് ടെൻഷനിലാണ്. ഞാനൊരു പ്ലാനിന്റെ കാര്യം സംസാരിക്കാനാണ്. വീടാണോ കടയാണോ? വീടാണ്. സാറില്ലേ, നിങ്ങൾ അച്ഛനെ വിളിക്കൂ. വീട് വെക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ടൗണിലാണോ? എത്ര സ്ക്വയർ ഫീറ്റ് ആണ്? പറയൂ. മോനെ, ഞാനൊരു സ്കൂളിലെ പ്യൂണാണ്. എനിക്ക് ഇവിടുന്ന് പോയിട്ട് ഒരുപാട് ജോലി തിരക്കുള്ളതാ. മോൻ പോയിട്ട് അച്ഛനെ ഒന്ന് വിളിക്ക്, വെറുതെ ആളെ കറക്കല്ലേ. ചെല്ലേ. നോക്കൂ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന സാറ് ഞാൻ തന്നെയാണ്. പ്രഹ്ലാദൻ? അതെ. ഈ ടെൻഷൻ ഫ്രീ കൺസ്ട്രക്ഷന്റെ പ്രഹ്ലാദൻ സാറ്? എന്നാ പിന്നെ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ ഒന്ന് ഫ്രീ ആയിക്കൂടെ സാറേ? എന്നാലല്ലേ വല്ലതും പറയാൻ പറ്റൂ. നമ്മള് ഇങ്ങനത്തെ ഒരു പ്ലാനാ ഉദ്ദേശിക്കുന്നത്. നോക്കട്ടെ. ഓ, വാട്ട് എ വണ്ടർഫുൾ പ്ലാൻ. എന്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിനിടയിൽ ഇത്ര കൃത്യമായി ഇത്ര ഭംഗിയോടുകൂടി ഒരു പ്ലാൻ വരച്ചു കൊണ്ടുവന്നിട്ട് ഒരു പ്ലാൻ വേണമെന്ന് പറയുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതിനു മുമ്പ് ആർക്കെങ്കിലും പ്ലാൻ വരച്ചു കൊടുത്തിട്ടുണ്ടോ? ഇതിപ്പോ നമ്മുടെ ഒരു ആവശ്യമാണല്ലോ. പേരെന്താ പറഞ്ഞേ? ബാലൻ. നിങ്ങളൊരു പ്യൂൺ അല്ലായിരുന്നെങ്കിൽ തീർച്ചയായും ഒരു എഞ്ചിനീയർ ആയാലേ. എഞ്ചിനീയറിംഗ് താല്പര്യമുണ്ടോ? ഡോക്ടർ ആവാനായിരുന്നു മോഹം. ഡോക്ടറുടെ ഉള്ളിലും ഒരു എഞ്ചിനീയർ ഉണ്ട്. പക്ഷെ രണ്ടിനും എൻട്രൻസ് ഉണ്ടല്ലോ, അതും പോയിട്ടില്ല.